വിവാദമായ ചൊക്രമുടി കയ്യേറ്റത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാറിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി. സിപിഐ ജില്ലാ കൗൺസിൽ അംഗം വിനൂസ് കറിയയാണ് ബിനോയ് വിശ്വത്തിന് പരാതി നൽകിയത്. റവന്യൂ മന്ത്രിക്കും സിപിഐ ജില്ലാ നേതൃത്വത്തിനും കയ്യേറ്റത്തിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെ വിവാദ ഭൂമി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിക്കും. സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു, അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി എന്നിവർ റവന്യൂ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കയ്യേറ്റക്കാർക്ക് വഴിവിട്ട സഹായം ചെയ്തു എന്നായിരുന്നു ആരോപണം. ഇത് സാധൂകരിച്ചാണ് സിപിഐ ഇടുക്കി ജില്ലാ നേതൃത്വത്തിൽ തന്നെ പരാതി ഉയർന്നിരിക്കുന്നത്. പാർട്ടിയെയും നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ നടന്ന ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണ്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നേതാക്കൾ സന്ദർശിച്ചപ്പോൾ സിപിഐ ജില്ലാ സെക്രട്ടറി ഇവിടെ സന്ദർശനം നടത്താൻ തയ്യാറായിട്ടില്ല. കളക്ടറേറ്റ് മുതലുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ നേതാക്കൾ ആവശ്യമായ രേഖകൾ തയ്യാറാക്കിയെടുത്തു. ഭൂമി കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ റിസർവേക്കായി റവന്യൂ വകുപ്പിന്റെ പ്രത്യേക അനുമതിയും വാങ്ങി. പിന്നീട് റീസർവേ നടപടികൾ പൂർത്തിയാക്കി ഭൂമി കോടികൾക്ക് വിൽക്കാൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒത്താശ ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. വിൽക്കുന്ന ഭൂമിയുടെ 1/3 തുക നൽകാമെന്ന വാഗ്ദാനത്തിലാണ് നേതാക്കൾ കയ്യേറ്റത്തിന് സഹായം നൽകിയതെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. ആരോപണ വിധേയരായ നേതാക്കളെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. എന്നാൽ പരാതിയിൽ പ്രതികരിക്കാൻ സിപിഐ ജില്ലാ സെക്രട്ടറി സലിംകുമാർ തയ്യാറായിട്ടില്ല. റവന്യൂ മന്ത്രി കെ രാജൻ അറിയാതെ ഇത്രയും വലിയ കയ്യേറ്റം ഇടുക്കിയിൽ നടക്കില്ല. റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ചൊക്രമുടിയിൽ കയ്യേറ്റം നടന്നതെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ കടുപ്പിക്കുകയാണ്. വിവാദ ഭൂമിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തും. ജനം, ഇടുക്കി.